ഭരണമാറ്റത്തിലും മെഡിക്കൽ വിദ്യാഭ്യാസമായി തന്നെ തുടരുകയാണോ എന്നാണ് അവസാനമായി സൂപ്രണ്ടേയും ചർച്ച ചെയ്യുന്നത്. കഷ്ടി 2 മിനിറ്റേ ഉള്ളൂ. മിനിസ്റ്റർ 1 മിനിറ്റിനുള്ളിൽ മറുപടി തരിക, 1 മിനിറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ നിങ്ങൾ ഈ സ്വാശ്രയ ചർച്ച ഇങ്ങനെ നീണ്ടിന്നിപ്പോൾ ദന്തലിൻ്റെയും മെഡിക്കലിൻ്റെയും കാര്യത്തിൽ തീരുമാനമായി. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുകയായിരുന്നു, കേരള മെറിറ്റിലുള്ളയാളിന് നേരത്തതിനേക്കാൾ ഇരട്ടി ഫീസ് കൊടുക്കണം, നീറ്റിൽ നിന്ന് വരുന്നയാളിന് പല മടങ്ങ് ഇരട്ടി ഫീസ് കൊടുക്കണം. ഇങ്ങനെ മെറിറ്റിൻ്റെ കാര്യത്തിൽ പോലും വലിയ അന്തരം. ശരിക്കും നീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അർഹത, അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കാണ് കൂടുതൽ അർഹത കിട്ടേണ്ടത്. അതെല്ലാം അബദ്ധത്തിലാക്കിക്കൊണ്ട് ഈ പുതിയ സാഹചര്യത്തിൽ ഇത്രയധികം വലിയ വിലപേശി അവർക്ക് ഇത്രയും വലിയ തുക ഉറപ്പിക്കാൻ കഴിയുന്ന എന്ത് അവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്ന് ജനങ്ങളെയും ബോധ്യപ്പെടുത്താതെ നിങ്ങൾ തന്നെ എടുത്തൊരു തീരുമാനമാണിത്. ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് രക്ഷിതാക്കളും കുട്ടികളുമാണ്. ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ചർച്ചയിൽ സമപ്പ് ചെയ്യുമ്പോൾ പറയേണ്ട ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ പറയുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് കൺസൾട്ട് ചെയ്യാം എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് മന്ത്രിയുടെ ദൗർബല്യമായി കണ്ട, ഭരണഘടനാപരമായി മുഖ്യമന്ത്രിയല്ലേ ക്യാബിനറ്റിൻ്റെ തലവൻ. അത് അദ്ദേഹത്തോട് ഞങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് എന്ത് അബദ്ധമാണ് അതിനകത്തുള്ളത്? അതൊരു വിധേയത്വമാണെന്ന് വ്യാഖ്യാനിക്കേണ്ട കാര്യം എന്താണ്? ഭരണഘടനാപരമായി അദ്ദേഹത്തോട് ചർച്ച ചെയ്യുമെന്ന് പറയുന്നത് ശരിയായ കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം, ഓരോ മന്ത്രിമാർക്കും ഒരു മന്ത്രിക്കും മുഖമില്ല, അവരുടെ കാര്യമൊന്നും പറയാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്തിൻ്റെ അടിത്തറയിലാണ് അങ്ങനെ പറയുന്നത്? ഓരോ മന്ത്രിക്കും അവരവരുടെ വകുപ്പിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതാത് വകുപ്പിനെക്കുറിച്ച് ഓരോ മന്ത്രിമാരും കൃത്യമായി കാര്യങ്ങൾ ആവശ്യമായ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടുമാണ് പോകുന്നത്. സ്വാശ്രയത്തിൻ്റെ വിഷയം, സ്വാശ്രയ കോളേജുകളും നമ്മുടെ കേരളത്തിൽ എക്കാലവും പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആഗ്രഹിച്ചു കുറേ കൂടി മെച്ചപ്പെട്ട തരത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നടക്കണം. പക്ഷേ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ഗവൺമെൻറ് തീരുമാനത്തെ റദ്ദ് ചെയ്തു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ പ്രശ്നം വന്നിരിക്കുന്നത്. ഗവൺമെൻറ് ആഗ്രഹവും ഇത്ര കുത്തനെയുള്ള ഫീസ്, അതും നീറ്റിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എടുക്കേണ്ടി വരുന്നു ആ ഭാരം. കേരള സ്റ്റേറ്റിൽ നിന്ന്, കേരളത്തിലെ എൻട്രൻസ് പ്രവേശന പരീക്ഷയിൽ നിന്ന് വരുന്നവർക്കും ഇരട്ടി ഫീസ് കൊടുക്കേണ്ടി വരുന്ന സ്ഥിതി ഇതെങ്ങനെ ഉണ്ടാകുന്നു? ഇതിൽ കോടതി ഇടപെട്ടിട്ടില്ലല്ലോ. അതെ, കോടതി നീറ്റിൽ നിന്ന് മാത്രമേ പാടുള്ളൂ എന്ന് വന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടി വന്നു. കോടതിയുടെ ഇടപെടലാണ് ഗവൺമെന്റ് ആഗ്രഹത്തിന് ഇപ്പോൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത്. ഇല്ലല്ലോ, എനിക്ക് ചർച്ച അവസാനിപ്പിക്കാനുണ്ട്. ശ്രീ തിരുവഞ്ചൂർ 10 സെക്കൻഡ്. പഴി കോടതിക്കാണോ ശ്രീ തിരുവഞ്ചൂർ? പഴി കോടതിക്കല്ല. 6% ഡെന്റലിലെ മെറിറ്റ് സീറ്റ്, 10% ഇവിടെ മെഡിക്കലിലെ MBBSന്റെ ഇത്. അവസാനം പാവപ്പെട്ടവൻ്റെ വിദ്യാഭ്യാസ മോഹത്തിൻ്റെ മരണ വാറണ്ടിനകത്താണ് ഈ ഗവൺമെൻറ് ഒപ്പുവെച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ കീഴടങ്ങൽ, അതാണ് ഇവിടെ നടന്നത്. ശരി, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.